വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് യൂട്യൂബ് വീഡിയോ ആണോ? ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോൾ ഐ വാസ് റിയലി നെർവസ്, ബട്ട് ഐ തിങ്ക് ഞാൻ ഇതുമായിട്ടൊക്കെ ഇപ്പോൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടെന്ന്. സോ ഇന്ന് ഡേ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളെന്നാണ്. സോ ഇന്ന് ഈവനിങ് ആണ് എനിക്ക് വർക്ക്. ബട്ട് ഈവനിങ് വർക്ക് വന്നിട്ട് കാര്യമില്ല, നമ്മുടെ ആ ഒരു ഫുൾ ഡേ റൺ ചെയ്യുന്നത് ആ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം ഒക്കെ എൻ്റെ സാധനങ്ങളും സൂട്ട് കേസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങണം, ബിക്കോസ് പ്ലേസ് കുറച്ച് ഫാറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് എപ്പോഴും ബെറ്റർ. ഇനിയിപ്പോൾ ഈവനിങ് ആയിരിക്കും വർക്ക് കഴിഞ്ഞിട്ട് എനിക്കിനി ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മോർണിംഗ് നല്ല കണക്ക് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്, ബിക്കോസ് വി നീഡ് എനർജി. മൈക്ക് ഒന്ന് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൈക്ക് അല്ലാണ്ട് ഇപ്പം വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ ആവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ഒരെണ്ണം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഓൺലൈനിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന്. സോ മൈക്കില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡ് ആളുടെ പ്രിഫറൻസുകളും എല്ലാവർക്കും സംസാരിച്ചു, പറഞ്ഞു. ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആക്ച്വലി വർക്ക് ചെയ്യാൻ ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയൊരു ബ്രൈഡാണ് ഇത്തവണത്തത്. മോർണിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈവനിങ് ആണ് ഫുഡ് കഴിക്കുന്നത്. ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം അവിടെ നിന്നാണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് വരാൻ മോർണിംഗ് എളുപ്പമായിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഉമ്മച്ചി ഫിഷ് റോസ്റ്റും ലെമൺ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആണ്, പിന്നെ ഞങ്ങൾ നല്ല കണക്കൊന്ന് ഉറങ്ങി. നെക്സ്റ്റ് മോർണിംഗ് ആണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വെഡിങ് ഡേ ആണ്, ആൾക്ക് നേരത്തെ ഒരുങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 o'clock ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ബ്രൈഡ് വന്ന് ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാനൊന്നുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. എല്ലാം ഒരു ഷടപടേന്നായിരുന്നു. അപ്പം ബ്രൈഡിന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രീ വെഡിങ് വർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയർഡായിട്ടുള്ള വർക്ക് ഈവനിങ് ആണ്. ബട്ട് അവർക്ക് യൂട്യൂബിലോ ഇൻസ്റ്റയിലൊന്നും വീഡിയോസ് ഇടണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ലായിരുന്നു, പ്രൈവസി റെസ്പെക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ എന്നൊക്കെ പറയുന്നത്. സോ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.